നമസ്കാരം സാർ. ആ പെട്ടി ഇറക്കി. ആ കുരുത്തം കേട്ട ഹോണടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ വല്ലവരും ആയിരിക്കും. മക്കളെ വാടാ മക്കളെ. എന്താ മോളെ ഇത്രയും താമസിച്ചത്? നോക്കിയിരുന്ന് എന്റെ അച്ഛനെ കണ്ണു കഴിച്ചു. ഒന്നും പറയണ്ടമ്മേ, വഴി നീള പുലിവാല്. മുത്തച്ഛ ഞങ്ങളൊരു അങ്കിളിനെ പരിചയപ്പെട്ടു, വിശ്വനാഥൻ. അതാര്? ഓ, ആ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. വാ, നമുക്കകത്ത് പോവാം. വാ മോനെ, വാ മോളെ. അല്ല അല്ല, ഇതേത് വണ്ടിയാ ഇത്? നമ്മുടെ വണ്ടി അല്ലല്ലോ. നമ്മുടെ വണ്ടി വഴിക്ക് വെച്ച് തയ്യാറായി, അത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. നാളെയോ മറ്റന്നാളോ ഇവിടെ കൊണ്ടുതരും. ഇതാ കുട്ടിയോട് പറഞ്ഞില്ലേ, വിശ്വനാഥൻ, അയാളുടെ വണ്ടിയാ. സാർ, ഞാൻ പോട്ടെ. ഓക്കെ. താൻ മുതലാളി ഊഹിച്ച ആള് തന്നെയാ. വിശ്വൻ സാറിന്റെ മാനേജർ, ചന്തക്കാട് വിശ്വൻ സാറിന്റെ ഉമ്മറൂട്ടി. പോട്ടെ. വക്കീലേ, ആ വണ്ടി ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ഊഹിച്ച പോലെ തന്നെയാ. ആരുടെ? ആ ചന്തക്കാട് വിശ്വന്റെയാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോകുന്ന നിയമവിരുദ്ധമാണെങ്കിലും അയാൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അര ദിവസം ഞങ്ങൾ ആ വർക്ക്ഷോപ്പിന് മുമ്പിൽ കുടുങ്ങിപ്പോയനെ. ഒരു ടാക്സി പോലും കിട്ടാനില്ല സ്ഥലമാന്നേ. ആകെ ടയർഡ് ആയതുകൊണ്ടാ. ഇല്ലേല് അങ്ങരുടെ പോൾട്രി ഫാം ഒക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്താണ്? കോഴി വളർത്തൽ കേന്ദ്രം. അത് ശരി. പറഞ്ഞതുപോലെ അളിയനെ കണ്ടില്ലല്ലോ. അവന്റെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചന്ദ്ര. രാഷ്ട്രീയം കളിച്ചു നടക്കുകയല്ലേ. വല്ലവരുടെയും കാര്യത്തിൽ ഓടുന്നതാണ് അവന്റെ പണി. അവന്റെ കൂട്ടുകാരന്മാരെ ആരാണ്ടിട്ട് ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ചെന്നോ, സൈക്കിളുകാരനെ മുട്ടിച്ചെന്നോ, അവന്റെ കാലൊടിഞ്ഞെന്നോ എന്തൊക്കെയോ പുലിവാലായിട്ട് സർക്കിൾ കാണാൻ പോയിരിക്കാം. ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞതാ, എടാ വേണ്ട, കണ്ട സർക്കിളിന്റെ എസ്ഐയുടെ ഒക്കെ വീട്ടിൽ കയറി നിരങ്ങണ്ടാന്ന്. ചന്ദ്രൻ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞോ ചാർജ് എടുക്കല്ലേ. ഒരു നിസാര കേസിൽ നിന്ന് ഊരിക്കൊണ്ട് പോരാൻ ഇത്ര വലിയ പാടോ മറ്റോ ആണോ? കേക്കണ്ടേ? അതാ നല്ലത്. ഈ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതിലൊക്കെ ഞാൻ ഇടപെടുന്നത് എങ്ങനെയാ? അത് നേരാ. ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുത്തതും പോരാ ഒരുത്തന്റെ കാലൊടിക്കേ. ഏയ് മോൻ ഇതൊന്നും ഇടപെടണ്ട, മാറിയ കേസാ. നമ്മൾ വെച്ച വെള്ളമൊക്കെ ഇങ്ങനെ വാങ്ങണമെന്നാ തോന്നുന്നേ. ഒരു ലൈസൻസിന്റെ കാര്യത്തിൽ പോലും ഇടപെടുന്ന പരുവത്തിലായിട്ടില്ല അവൻ. ബാംഗ്ലൂരിൽ നിന്ന് അവനെ കെട്ടിവലിച്ചോണ്ട് വന്നത് അബദ്ധമാകുമോ വക്കീലേ? തുടക്കത്തിലെ ശത്രുവിന്റെ കയ്യിലല്ലേ എന്ന് പെട്ടത്. വേലയിലിരുന്ന പാമ്പാകുമോ?